ഗുഡ് ഈവനിങ് എവരി വൺ. ഞാൻ വിനീഷ് കറിയ. നമ്മുടെ സാൽവിനച്ചൻ ഓൾറെഡി എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഞാനിപ്പം മെസ്സേജ് അയച്ചതിൻ്റെ പാർട്ടായിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്യുന്നത് മാത്രം. എൻ്റെ മെസ്സേജിൻ്റെ അകത്ത് നമ്മുടെ ഒരു സൈറ്റിലേക്ക് ആക്സസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു ലിങ്ക് ഞാൻ അയച്ചിട്ടുണ്ട്. ഞാൻ ആ ലിങ്ക് ഇവിടെ നിന്ന് കോപ്പി ചെയ്യുകയാണ്. ഞാനിത് കാണിക്കുന്നത് മുഴുവൻ എൻ്റെ മൊബൈലിൽ തന്നെയാണ്. നിങ്ങൾ മൊബൈൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് അതായിരിക്കും എളുപ്പം. ഞാനിവിടെ ഗൂഗിൾ ക്രോമാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് ഞാൻ ആ ലിങ്ക് പേസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഗോ കൊടുത്തു. നമ്മൾ ഓപ്പൺ ആയിട്ട് വരുമ്പോഴത്തേക്കിന് നമ്മുടെ സൈറ്റ് ഇങ്ങനെയായിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത്. ജസ്റ്റ് എക്കജൈമെൻ്റെ കുറച്ച് ഫോട്ടോസും ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷനും അത്രയും കാര്യങ്ങളാണ് ഇപ്പം വന്നിരിക്കുന്നത്. നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലോഗിനിലേക്ക് കൊടുക്കുക. ലോഗിൻ കൊടുക്കാനായിട്ട് ഞാൻ ഓൾറെഡി നമ്മുടെ മെസ്സേജിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ രജിസ്റ്റേർഡ് യൂസർ നെയിം ആൻഡ് പാസ്വേഡ് യൂസ് ചെയ്യാനായിട്ട്. ഞാനിപ്പം ജസ്റ്റ് അച്യുതൻ സാറിൻ്റെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ കോപ്പി ചെയ്യുകയാണ്. അച്യുതൻ സാറിൻ്റെ മെയിൽ ID യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ ഒന്ന് കയറുന്നത് എന്നുള്ള കാര്യം ഒന്ന് നോക്കാം. ഈ ലോഗിൻ എന്ന് പറയുന്ന ഓപ്ഷൻ ടോപ്പ് കോർണറിൽ, നമ്മുടെ സൈറ്റിൻ്റെ ടോപ്പ് കോർണറിൽ ലോഗിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ടോപ്പ് റൈറ്റിൽ നമ്മൾ ലോഗിനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കിന് യൂസർ നെയിം കൊടുക്കാനായിട്ട് പറയും. യൂസർ നെയിം മെയിൽ ID കൊടുത്തു. നിങ്ങളുടെ മെയിൽ ID, നിങ്ങൾ ഓരോരുത്തരും കയറുമ്പോൾ ഓരോരുത്തരുടെ രജിസ്റ്റേർഡ് മെയിൽ ID ഏതാണോ അത് കൊടുത്തു. ഇപ്പം ഇതിൻ്റെ അകത്ത് ഞാനിപ്പം AKJM@2020 അതാണ് ഇപ്പം എല്ലാവരുടെയും ഒരു കോമൺ പാസ്വേഡ് കൊടുത്തിരിക്കുന്നത്. ആ പാസ്വേഡ് കൊടുത്ത് നമ്മൾ എൻ്റർ ചെയ്യുക. പാസ്വേഡ് കൊടുത്ത് എൻ്റർ ചെയ്യുമ്പോഴത്തേക്കിന് പറയുന്ന കാര്യം ഞാനത് പറഞ്ഞതനുസരിച്ച് ഇതുണ്ട്, യു മസ്റ്റ് ചേഞ്ച് യുവർ പാസ്വേഡ് ടു പ്രൊസീഡ്. അപ്പം കറണ്ട് പാസ്വേഡ് കൊടുക്കുക. ഇഗെയിൻ നമുക്കറിയാം നമ്മുടെ കറണ്ട് പാസ്വേഡ് ഏതാണെന്നുള്ള കാര്യം നമുക്കറിയാം. കറണ്ട് പാസ്വേഡ് AKJM@2020. ന്യൂ പാസ്വേഡ് ഞാൻ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് KPLY @1500. ഞാൻ അഗെയിൻ ആ ഒരു പാസ്വേഡ് തന്നെ കൊടുക്കുന്നു. KPLY@1500. നമ്മളെപ്പോഴും പാസ്വേഡ് കൊടുക്കുമ്പോഴത്തേക്കും ഒരു കോമ്പിനേഷൻ ഓഫ് പാസ്വേഡ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ ഓക്കെ, ഇതിൻ്റെ അകത്ത് ജസ്റ്റ് വന്നു. ഇതിൻ്റെ അകത്ത് നിങ്ങൾ കയറി കഴിയുമ്പോഴത്തേനെ കാണാം, ഇതിൻ്റെ അകത്ത് യൂസർ അക്കൗണ്ടിലേക്ക് തന്നെയാണ് ഇത് വന്ന് പാസ്വേഡ് ഹാസ് ബീൻ ചേഞ്ച്ഡ് എന്നുള്ളത് വന്നു. ഇപ്പം ഇതിൻ്റെ അകത്ത് ഇനിയിപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഒരു ഡാഷ്ബോർഡ്, ഇതിൻ്റെ അകത്ത് ഡാഷ്ബോർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. ഡാഷ്ബോർഡിലേക്ക് നമുക്ക് വേറെ തരത്തിലും നമുക്കത് പോകാനായിട്ട് പറ്റും. ഇതിൻ്റെ അകത്ത് ഡാഷ്ബോർഡിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയൊരു ടൂറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കയറി നോക്കാം. അതല്ലെങ്കിൽ താഴോട്ട് വരുമ്പോഴത്തേക്കിന് നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ അകത്ത് സാറിപ്പ് എടുക്കുന്ന ഹിന്ദി സബ്ജക്റ്റാണ്. 10A, 10C, 7C, 8A, 8B, 8C, 9A, 9B, 9C. ഓൾ ദീസ് സബ്ജക്ട്സ് അതെ. നമുക്കിപ്പം വീണ്ടും കസ്റ്റമൈസ് ചെയ്യാം ഇതൊക്കെ. സപ്പോസ് സാറ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം, എനിക്ക് തോമസ് സാറ് ലിസ്റ്റ് എല്ലാം സെൻഡ് ചെയ്തിരുന്നത്. അപ്പോൾ സാറ് തന്ന ലിസ്റ്റ് അനുസരിച്ച് ഞാൻ എല്ലാവരുടെയും കോഴ്സ് അലോട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇതിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളുടെ സബ്ജക്ട്സ് നിങ്ങൾക്കത് വിസിബിൾ ആണോ എന്നുള്ളതാണ്. നിങ്ങൾക്ക് ടീച്ചറായിട്ട് ഞാൻ വിസിബിലിറ്റി തന്നിട്ടുണ്ട്. ഇപ്പം ഇതിൻ്റെ അകത്ത് ഈ ഒരു കോഴ്സ് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ ജസ്റ്റ് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കോഴ്സിലേക്ക്, ഇപ്പോൾ ഹിന്ദി 10A നമ്മളിപ്പോൾ കയറി അതിൻ്റെ അകത്ത് ഇതിൽ ഇപ്പം ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. ടോപ്പിക് 1, ടോപ്പിക് 2 ഇത് ഇത്രയേ ഉള്ളൂ. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ മൺഡേ ഒരു ഓൺലൈൻ ട്രെയിനിങ് ഞാൻ തരാനായിട്ട് നോക്കാം. അതിൻ്റെ അകത്ത് കൂടുതൽ ക്ലിയർ ആയിട്ട് ഞാൻ തരാം. തിരിച്ച് എപ്പോഴും ഡാഷ്ബോർഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഡാഷ്ബോർഡിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ച് നമ്മുടെ ഡാഷ്ബോർഡിലേക്ക് പോകാം. വേറെ ഏതെങ്കിലും കോഴ്സ് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് തന്നെ അടുത്തൊരു കോഴ്സിലേക്കില്ല താഴോട്ട് ഡ്രാഗ് ചെയ്ത് വെച്ച് പോകാവുന്നതേ ഉള്ളൂ. ഇപ്പം ഇതെപ്പോഴും നമ്മൾ റീസെൻ്റ്ലി ആക്സസ്ഡ് കോഴ്സസ് ആദ്യമേ വരും. അതിനുശേഷം താഴോട്ട് പോന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള കോഴ്സസ് നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെയുള്ള ഒരു ഇതെന്ന് പറയാൻ, ലെഫ്റ്റ് ടോപ്പ് കോർണറിൽ ഒരു നമ്മുടെ ബാക്കിയുള്ള ഇതുണ്ട്. ഇപ്പം നിലവിൽ കോഴ്സസ് വേറെ ഏതെങ്കിലും ഇവിടുന്ന് തന്നെ റൺ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നേരെ പോകാവുന്നേ ഉള്ളൂ. സൈറ്റ് ഹോമിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് തന്നെ പോകാം. കലണ്ടർ എടുക്കണമെങ്കിൽ ഇവിടെ എടുക്കാം. ഇത്രയുള്ള കുറച്ച് മിനിമം കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. ഞാനിപ്പം ജസ്റ്റ് നിങ്ങൾ എല്ലാവരും ഒന്ന് ലോഗിൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ ഒരു ട്യൂട്ടോറിയൽ ഞാനൊന്ന് എടുത്ത് തരുന്നത്. ആർക്കെങ്കിലും ഒരു സ്ട്രഗിൾ ഉണ്ടെങ്കിൽ, ഇതിലേക്കൊന്ന് ലോഗിൻ ചെയ്യാനായിട്ട് പറ്റുന്നില്ല എങ്കിൽ പ്ലീസ് ഡു ലെറ്റ് മീ നോ. ഞാൻ സപ്പോർട്ട് ചെയ്യാം. നമുക്ക് എനിക്ക് തോന്നുന്നത് ഞാൻ മെസ്സേജിലാണെങ്കിൽ ഞാൻ മെൻഷൻ ചെയ്തൊരു കാര്യമാണ്, വി ആർ ഗോയിങ് ത്രൂ എ വെരി ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ, നമ്മുടെ കിഡ്സും ഒക്കെ. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഐ ഷുഡ് റിയലി അപ്രീഷിയേറ്റ്
നമ്മൾ നമ്മളുടെ ഒരു ലിമിറ്റഡ് റിസോഴ്സസ് വെച്ച് വളരെ മിനിമം റിസോഴ്സസ് വെച്ച് നമ്മൾ വി ആർ ഫൈറ്റിംഗ് അഗൻസ്റ്റ് ദ സെയിം സിറ്റുവേഷൻ ദ പ്രസന്റ് സിറ്റുവേഷൻ. അപ്പം സോ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ഹെൽപ്പ് us a lot. നമുക്ക് വി വിൽ go together hand in hand. I'll be always with you guys. നമുക്ക് ഒരുമിച്ച് ഈ ഒരു ചലഞ്ച് നമുക്കൊന്ന് ഓവർകം ചെയ്യാനായിട്ട് നോക്കാം. താങ്ക് യു സോ മച്ച്. എനി ടൈം ഇഫ് യു നീഡ് എനി സപ്പോർട്ട് പ്ലീസ് ഡു ലെറ്റ് മീ നോ. ഇന്ന് തന്നെ നിങ്ങളിത് കയറി നോക്കണം. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് മൺഡേയിലേക്ക് നമുക്ക് കൂടുതൽ ക്ലാരിറ്റി തരാം. ഞാൻ ഐ വിൽ ബി സെൻഡിങ് ദ മെസ്സേജസ്, ഫർദർ ഇൻസ്ട്രക്ഷൻസ്, എവറിഥിങ് ടു ദ ഗ്രൂപ്പ് ഇറ്റ് സെൽഫ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.